ഹലോ എവരി വൺ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. സോ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ എന്ത് ചെയ്യാം ഓർമ്മിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കെപ്ലേഴ്സ് ലോ ആണ്. എന്താണ് കെപ്ലേഴ്സ് ലോ? സോ കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും 3 ലോസ് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. ഏതാണ് ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. എന്തായിരുന്നു ലോ ഓഫ് ഓർബിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ പ്ലാനറ്റും കടന്ന് സൂര്യന് ചുറ്റും കടന്ന് സണ്ണിന് ചുറ്റും കടന്ന് കറങ്ങുന്നത് എന്താണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആണല്ലേ. അപ്പം സണ്ണിന് ചുറ്റും ഇതാണ് സണ്ണിന് ചുറ്റും എല്ലാ ഓർബിറ്റ്സും കടന്ന് കറങ്ങുന്നത് എന്താണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ആ എലിപ്സിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആരുണ്ടാവുക? സൺ ഉണ്ടാവുക. അപ്പോൾ സണ്ണ് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഏതെങ്കിലും ഒരു ഫോക്കസിൽ, ഒന്ന് ഇവിടെ ആവാം ഇവിടെ ആവാം, ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് നിൽക്കുക. ആ സണ്ണിന് ചുറ്റും എന്താണ്? ഈ പ്ലാനറ്റ്സ് എല്ലാം എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കടന്ന് കറങ്ങുന്നതാണ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. എന്താണ്? ലോ ഓഫ് ഏരിയാസ്. എന്തായിരുന്നു ലോ ഓഫ് ഏരിയ? ലോ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ഏരിയൽ വെലോസിറ്റി? dA/dt. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് നമ്മൾ പറയാം. എന്തായിരിക്കും ഏരിയൽ വെലോസിറ്റി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വാട്ട് ഈസ് ഏരിയൽ വെലോസിറ്റി? dA/dt. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഇക്വേഷൻ പഠിക്കണം. എന്താ ഇക്വേഷൻ? ഏരിയൽ വെലോസിറ്റിക്ക് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. എന്താണത്? dA/dt is equal to L/2. dA/dt. dA/dt is equal to L/2. What is L? L is the angular momentum. അതായത് ഇവിടെ ആംഗുലാർ മൊമെന്റം എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് ദർ ഇസ് നോ ടോർക്ക് എക്സൈറ്റിംഗ് ഓൺ ദ ബോഡി. അതായത് സണ്ണ് പ്ലാനറ്റിനെ അതിൻ്റെ അടുത്തേക്ക് പിടിച്ച് വലിക്കുകയല്ലേ ചെയ്യുക. സോ ഇവ തമ്മിലുള്ള ദൂരം r ആണ്. ഫോഴ്സ് അതേ ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ RF sin θ. അപ്പം ഇവ തമ്മിലുണ്ടാകുന്ന ആംഗിൾ 0 ആകുമ്പോൾ ടോർക്ക് 0. ടോർക്ക് 0 ആയി കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് സൺ എന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്ലാനറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്ന സമയത്ത് സൂര്യൻ്റെ തൊട്ടടുത്ത് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, സൂര്യന് വളരെ ഫാറായി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യന് ചുറ്റുമാണല്ലോ കടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആ ആക്സിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം r ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയെ VA എന്ന് വിളിക്കാം, ഇവിടുത്തെ വെലോസിറ്റിയെ VB എന്ന് വിളിക്കാം. അപ്പോൾ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് സൂര്യന് തൊട്ടടുത്തെത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെയാണ് വെലോസിറ്റി കൂടുതൽ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ പറ, എവിടെയായിരിക്കും വെലോസിറ്റി കൂടുതൽ? ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് m/v/r എന്താണ്? കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം v/r. v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/r ആണ്. കാരണം m1v1r1 is equal to m2v2r2 ആണ്. m ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/r ആണ്. അപ്പോൾ സണ്ണിന്റെ തൊട്ടടുത്ത് വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് കുറവായിരിക്കും, ഇവിടെ നിങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്പീഡ് കുറയും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ സ്പീഡ് കൂടും. അപ്പോൾ സൂര്യൻ്റെ തൊട്ടടുത്തെത്തുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും അതേപോലെ സൂര്യൻ വളരെ ഫാറായി നിൽക്കുമ്പോൾ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. എന്നാൽ വാട്ട് ഈസ് ഏരിയൽ വെലോസിറ്റി? dA/dt. അതായത് ഇയാൾ t സമയം കൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്ലാനറ്റ് ഇവിടെ നിന്ന് ഒരു ആഴ്ച, അതായത് 7 വീക്ക് അല്ലെങ്കിൽ വേണ്ട 7 ഡേയ്സ് കൊണ്ട് ഒരാൾ 7 ഡേയ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം, ഇവിടെ നിന്ന് 7 ഡേയ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം ഇതാണെങ്കിൽ ഇതാണ് ഇയാൾ കവർ ചെയ്തിരിക്കുന്ന ഏരിയ. അതേപോലെ തന്നെ അതേ 7 ഡേയ്സ് കൊണ്ട് ഇയാൾ കവർ ചെയ്യുന്ന ഈ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സെയിം ഏരിയ ആയിരിക്കും ഇയാൾ കവർ ചെയ്യുക. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി 7 ഡേയ്സ് കൊണ്ട് ഇയാൾ കവർ ചെയ്യുന്ന സ്വെപ്റ്റ് ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ള ഐഡിയയും കൂടി നിങ്ങളെ മനസ്സിൽ വേണം. സോ പറഞ്ഞ ഡാറ്റാസ് ആലോചിക്കുക. ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് കോൺസ്റ്റന്റ്. എത്ര ദിവസം കൊണ്ട് ഇയാൾ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേ ഏരിയ ആയിരിക്കും ഇവിടെ 7 ഡേയ്സ് കൊണ്ട് ഇയാൾ കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? 7 ഡേയ്സ് കൊണ്ട് ഇയാൾ ഇവിടെ കവർ ചെയ്യുന്ന ഏരിയയും 7 ഡേയ്സ് കൊണ്ട് ഇവിടെ കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 7 മീൻസ് എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ലോ ഓഫ് പീരീഡ്സ്. എന്താണ് ലോ ഓഫ് പീരീഡ്? സോ നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കടന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A³ ആണ്. സെമി മേജർ ആക്സിന്റെ ക്യൂബാണ്. എന്നാൽ ഈ ലോ ഓഫ് പീരീഡ്സിന്റെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് എന്താ വരിക അറിയോ? സാറ്റലൈറ്റിന്റെ കേസിലാണ് വരിക. അതായത് സൂര്യന് ചുറ്റും സാറ്റലൈറ്റ് കടന്ന് കറങ്ങുന്ന സർക്കുലാർ ഓർബിറ്റ്സുകൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക അറിയോ? ഈ സർക്കുലാർ ഓർബിറ്റ്സിന്റെ റേഡിയസ് സ്മോളാർ ആണെങ്കിൽ ആ സർക്കുലാർ ഓർബിറ്റിന്റെ ടൈം പീരീഡിന്റെ സ്കോർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസിന്റെ ക്യൂബ്. ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ലോ ഓഫ് ഏരിയാസിന്റെ ഡെഫിനിഷൻസ് നിങ്ങൾ നോക്കുക, എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. സണ്ണിന്റെ തൊട്ടടുത്ത് വരുന്ന സമയത്ത് സ്പീഡ് കൂടുതലാണ്, സണ്ണിന് വളരെ ഫാറായി നിൽക്കുമ്പോൾ സ്പീഡ് കുറവാണ്, ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, ടോർക്ക് 0 ആണ് എന്നുള്ളൊരു ഐഡിയാസ് ഒക്കെ നിങ്ങളെ മനസ്സിൽ വേണം. സോ കെപ്ലേഴ്സ് ലോ കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? 2 മാസുകൾ m1 m2 എന്നുള്ള 2 മാസുകൾ തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ m1 എന്നുള്ള മാസ് m2നെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും, അതേപോലെ m1 എന്നുള്ള മാസിനെ m2 അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും വിത്ത് എ ഫോഴ്സ് ഓഫ് എന്താണ്? ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ് g × m1 m2 / r². ഈ ഒരു ഇക്വേഷന്റെ വെക്ടർ ഫോം എഴുതുമ്പോൾ ദർ വിൽ ബി എ നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ടാണ്? 2 ഫോഴ്സും എന്താണ്? അല്ലെങ്കിൽ മാസുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? അട്രാക്ഷൻ ആണ്. ദെൻ അവിടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഓൾവേസ് അട്രാക്റ്റീവ്. അത് കറക്റ്റ് ആണ്.
ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം. ഇവിടുന്ന് ചോദ്യം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. G(m1m2) ഡിവൈഡ് ബൈ ആർ സ്ക്വയറിൽ ജി എന്ന് പറഞ്ഞത് എന്താണ്? ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഈ M1 M2 എന്നുള്ള രണ്ട് മാസുകൾ തമ്മിലുള്ള ദൂരം ആറാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണോ അതേ ഫോഴ്സ് തന്നെയാണ് ഇതിനെ ഏത് മീഡിയത്തിൽ കൊണ്ടുവച്ചാലും, വെള്ളത്തിനടി കൊണ്ടുവച്ചാലും ഓയിൽ കൊണ്ടുവച്ചാലും എവിടെ ഈ രണ്ട് മാസങ്ങളോ കൊണ്ടുവച്ചാലും ഡിസ്റ്റൻസ് മാറുന്നില്ലെങ്കിൽ അവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും. ഇത് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു കൺസർവേറ്റീവ് ആൻഡ് സെൻട്രൽ ഫോഴ്സാണ്. സെൻട്രൽ ഫോഴ്സ് പറയുന്ന സമയത്ത് ആ ലൈൻ ഓഫ് ആക്സസിലായിരിക്കും ഫോഴ്സ് എക്സൈഡ് ചെയ്യുക. അത് ഇൻഫൈനൈറ്റ് റേഞ്ചാണ്. നമ്മൾ സൂര്യനും ഭൂമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവ നമ്മൾ ദൂരം എന്താണ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് റേഞ്ച് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള വളരെ ഡയറക്റ്റ് ആയ ഒരു ചോദ്യം ഞാൻ പറയട്ടെ, വളരെ ഡയറക്റ്റ് ആയ ഒരു ചോദ്യം. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്താണത്? The force of gravitation between two masses is 10 milliNewton in vacuum. If both masses are placed in a liquid at the same distance, then the new force of gravitation എന്താ വരിക? പുതിയ ഫോഴ്സ് എന്തായിരിക്കും? 10 milliNewton. അതായത് ഇവ മീഡിയം മാറിയതുകൊണ്ട് എന്ത് മാറുന്നില്ല? ഫോഴ്സ് മാറുന്നില്ല. ആ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിൽ നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അങ്ങനെയല്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പറയുന്നത് എന്താ? ചാർജുകൾ തമ്മിലുണ്ടാവുന്ന മീഡിയം മാറുന്നത്, ഏത് മീഡിയത്തിലാണോ കൊണ്ടുവെക്കുന്നത് അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് മാറുന്നുണ്ട്. നെക്സ്റ്റ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. ജീനെ പറ്റി, സ്മോൾ ജീനെ പറ്റി സംസാരിക്കുന്നത്. എന്താണത്? രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ ഗ്രാവിറ്റേഷൻ വിളിക്കുന്നതെങ്കിൽ, ഒരു ബോഡി എർത്ത് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ എർത്ത് ഒരു ബോഡിയെ അതിനടുത്തേക്ക് ഫോഴ്സ്, ഒരു എർത്ത് അതിന്റെ ബോഡി ഒരു വേറൊരു ബോഡിയെ അതിനടുത്തേക്ക് പിടിച്ചു വലിക്കുന്ന സമയത്ത് ആ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ വിളിക്കുന്നതാണ് എന്ത്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. സോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പഠിക്കണം. G (M) ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, വേർ ME അതേപോലെ RE എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? മാസ് ഓഫ് എർത്തും അതേപോലെ റേഡിയസ് ഓഫ് എർത്തുമാണ്. സോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മാറണമെങ്കിൽ എന്ത് മാറണം? എർത്തിന്റെ മാസും എർത്തിന്റെ റേഡിയസും മാറിയാൽ മാത്രമേ ജിയുടെ വാല്യൂ മാറുള്ളൂ. ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്, എർത്തിന്റെ റേഡിയസ് മാസ് മാറാതെ പകുതിയായി, എർത്തിന്റെ റേഡിയസ് പകുതിയായി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു G എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും മാസും റേഡിയസും മാത്രം നമ്മളുടെ റിലേഷനിലാണ് ചോദിക്കാറുള്ളത്. ഡെൻസിറ്റിന്റെ, എർത്തിന്റെ ഡെൻസിറ്റിന്റെ ഫോമിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ എർത്തിന്റെ ഡെൻസിറ്റിന്റെ ഫോമിൽ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റോ മീൻസ് എന്താണ്? ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഞാൻ പറയാണ്, നമുക്കറിയാം എർത്ത് ലുക്ക് ലൈക്ക് എ സ്പിയർ അല്ലേ. അപ്പോൾ സ്പിയറിന്റെ വോളിയം എന്താ? 4/3 πr³ ആണ്. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസിന് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതാം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താ? 4/3 π × r³ ആണ്. ഈ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് G/r² ഇൻറ്റു റോ ഇൻറ്റു 4/3 π r³. സോ r² r³ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 4/3 ഉണ്ടാവും, π ഉണ്ടാവും, G ഉണ്ടാവും, റോ ഉണ്ടാവും, r ഉണ്ടാവും. അതായത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഡെൻസിറ്റിന്റെ ഫോമിൽ എഴുതുന്ന സമയത്ത് ഇക്വേഷനിൽ ചെറിയ മാറ്റമുണ്ട് അല്ലേ. അതായത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റോ ഇൻറ്റു r ആയിട്ട് മാറി. ഡെൻസിറ്റിക്കും അതേപോലെ റേഡിയസ് ഓഫ് എർത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് മാറി. എന്നാൽ മാസിന്റെ ഫോമിൽ എഴുതുന്ന സമയത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ രണ്ട് കാര്യങ്ങൾ എടുക്കാൻ. പിന്നെ ഹൈറ്റിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും ജീൻ്റെ വാല്യൂ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ? എർത്തിന്റെ സർഫസ് നിന്ന് മുകളിലേക്ക് പോയാലും എർത്തിന്റെ സർഫസ് താഴേക്ക് പോയാലും ജീൻ്റെ വാല്യൂ കുറയാ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എർത്തിന്റെ സർഫസ് നമ്മളൊരു h ഹൈറ്റ് മുകളിലാണ് വിചാരിക്കും. ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരം റേഡിയസ് ഓഫ് എർത്താണ്. റേഡിയസ് ഓഫ് എർത്തിന്റെ വാല്യൂ എത്രയാണ്? 6400 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് h ഹൈറ്റ് മുകളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? G × M ഡിവൈഡ് ബൈ R + H ഹോൾ സ്ക്വയർ ആണ്. ഇങ്ങനെ യൂസ് ചെയ്യണം. ഈ GM കാണുന്നോടത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? GR² എടുക്കാം. GM/R² ആണല്ലോ G. അപ്പോൾ GM കാണുന്നോടത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? GR² കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഹൈറ്റിന് വേറൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണത്? G of H is equal to G × 1 - 2h/r എന്നൊരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ? ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക? ഇത് ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. എർത്തിന്റെ സർഫസിൽ നിന്ന് എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ, ഒരു 100 കിലോമീറ്റർ ഹൈറ്റിൽ ഉണ്ടാവുന്ന ജീൻ്റെ വാല്യൂ ഒക്കെ ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. എന്നാൽ ക്വസ്റ്റ്യനിൽ പറയുകയാണ് എർത്തിന്റെ റേഡിയസിന്റെ പകുതി ഹൈറ്റിലാണ് ഒരു ബോഡി പോയിന്റ് എങ്കിൽ ആ പോയിന്റിലെ G വാല്യൂ ചോദിക്കുകയാണെങ്കിൽ എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയറബിൾ ആയിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഇക്വേഷൻ യൂസ് ചെയ്യരുത്. അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതാണ്. എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയറബിൾ ആണെങ്കിൽ, എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുത് 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? G of H ഇക്വേഷൻ യൂസ് ചെയ്യുക. അതേപോലെ ഡെപ്ത്. എന്താ ഡെപ്ത്? എർത്തിന്റെ സർഫസിൽ നിന്ന് D ഡെപ്ത്, ഇതാണ് സെന്റർ എന്ന് വിചാരിക്കുക. D ഡെപ്തിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? G × 1 - d/r ആണ്. G × 1 - d/r ആണ്. അപ്പോൾ എർത്തിന്റെ സർഫസിന് മുകളിൽ പോയാലും താഴേക്ക് പോയാലും ജീൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഗ്രാഫ് നിങ്ങൾ ആലോചിക്കണം. കാരണം എർത്തിന്റെ സെന്ററിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് എർത്തിന്റെ സെന്ററിൽ നിൽക്കുമ്പോൾ ജീൻ്റെ വാല്യൂ 0 ആണ്. എർത്തിന്റെ സെന്ററിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ജീൻ്റെ വാല്യൂ കൂടി വരിക ചെയ്യുക. അപ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് ജീൻ്റെ വാല്യൂ കൂടി സർഫസ് എത്തുമ്പോൾ മാക്സിമം, സർഫസിന് പിന്നെയും പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ജീൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ജിയും അതേപോലെ ആറും, അതായത് എർത്തിന്റെ സെന്ററിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് 6. ഇവിടെ 6,
ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ പോയിന്റിലേക്കുള്ള ദൂരമാണ് ആർ. അപ്പോൾ ആറിന്റെ വാല്യൂ ഫ്രം ദ സെന്റർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചാൽ ഈ ഒരു ഗ്രാഫാണ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഗ്രാഫ് ചോദിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ചോദിക്കും. ചോദ്യം ഇങ്ങനെ വരും. എന്താ ചോദ്യം വരിക? Starting from center of earth having radius r, the variation of acceleration to gravity is best represented by the curve. എന്താ വരിക? ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. എർത്തിന്റെ സെന്ററിൽ നിന്ന് പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജിയും ആറും നമ്മളെ ഗ്രാഫ് വരച്ചാൽ എന്തായിരിക്കും അതിന്റെ ഷേപ്പ് വരാന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾ എല്ലാവരും പറയും സാർ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. അങ്ങനെ പറയാൻ വേണ്ടി പറ്റണം. എർത്തിന്റെ സർഫസിലാണ് ജിന്റെ വാല്യൂ മാക്സിമം എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ്, എർത്തിന്റെ സർഫസിൽ ഒരു ബോഡിയെ എർത്തിന് ചുറ്റും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. അപ്പോൾ എർത്തിന് ചുറ്റും ഏതൊരു ബോഡിയെ കൊണ്ടുവച്ചാൽ എർത്ത് ആ ബോഡി അതിൻ്റെ അടുത്തേക്ക് പിടിച്ച് അട്രാക്റ്റീവ് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ എർത്തിൽ ഞാൻ ഇവിടെ ഒരു ബോഡിയെ കൊണ്ടുവെക്കണമെങ്കിൽ ഇത് എർത്തിന്റെ സെന്റർ ഓഫ് മാസ്, എർത്തിന്റെ മാസ് സെന്ററിലാണ് എടുക്കുക. ഇത് സ്മോൾ എം ആണ് വിചാരിക്കുക. ഇവ തമ്മിലുള്ള ദൂരം ആർന്ന് എടുക്കുക. എർത്തിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം സ്മോൾ ആർ ആണെങ്കിൽ അപ്പോൾ ആ ബോഡി അവിടെ കൊണ്ടുവെക്കണമെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യണം. കാരണം ഞാൻ വിട്ട് എന്ത് സംഭവിക്കും? ആ ബോഡി താഴത്തേക്ക് വീഴും. അപ്പോൾ ആ ബോഡി എർത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഞാൻ ആ ബോഡി അവിടെ കൊണ്ടുവെക്കണം. ഞാൻ അങ്ങനെ കൊണ്ടുവെക്കണം, ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഞാൻ ആ ചെയ്യുന്ന വർക്കാവും അതിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അതിൻ്റെ ഇക്വേഷനാണ് -g ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡ് ബൈ ആർ. ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു മാസസ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് ക്യാപിറ്റൽ ആർ ആണ്, സർഫസ് വരെ ക്യാപിറ്റൽ ആർ, സർഫസ് മുകളിലേക്ക് എച്ച് ആണെങ്കിൽ സ്മോൾ ആർ നമുക്ക് എന്ത് കൊടുക്കാം? r+h എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഏതൊരു പോയിന്റിലെയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ചോദിക്കാറുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -gm ഡിവൈഡ് ബൈ ആർ ആണ്. -gm ഡിവൈഡ് ബൈ ആർ ആണ്. അതായത് വർക്ക് ഡിവൈഡ് ബൈ സ്മോൾ എം. ഇതാണല്ലോ വർക്ക്. ഇതേ ഡിവൈഡ് ബൈ സ്മോൾ എം ചെയ്താൽ ഈ സ്മോൾ എം എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്? -gm ഡിവൈഡ് ബൈ ആർ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ നന്നാവും കേട്ടോ. ഡെഫിനിഷൻസ് ഒന്ന് കേൾക്കുക. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിൽ കിടക്കുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയെ പറ്റി പഠിക്കുന്നത്. എന്താണത്? എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റിലൂടെ ആര് കടന്ന് കറങ്ങുന്നുണ്ട്? സാറ്റലൈറ്റ് കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റിന്റെ 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി, സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി, സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി, സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ സാറ്റലൈറ്റ് കടന്ന് കറങ്ങണമെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ആ സാറ്റലൈറ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ആർ ആണ്. സ്മോൾ ആർ ആണ് അതിന്റെ റേഡിയസ് അല്ലെ? സ്മോൾ ആർ ആണത് അതിന്റെ റേഡിയസ്, ആ ഓർബിറ്റിന്റെ റേഡിയസ്. ആ ഓർബിറ്റിന്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താ? r+h ആണ്. എർത്തിന്റെ സർഫസ് വരെയുള്ള ദൂരം ക്യാപിറ്റൽ ആർ, എർത്തിന്റെ റേഡിയസ്. സർഫസ് ആ പോയിന്റിലേക്കുള്ള ദൂരം h ആണെങ്കിൽ സ്മോൾ ആർ ക്യാൻ ബി ടേക്കൺ ആസ് r+h. ദ മിനിമം സ്പീഡ് ഓഫ് എ പ്രൊജക്ഷൻ ഓഫ് എ ബോഡി ഫ്രം സർഫസ് ഓഫ് എർത്ത് സോ ദാറ്റ് ഇറ്റ് ജസ്റ്റ് ക്രോസസ് ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അപ്പോൾ എർത്തിന്റെ സർഫസ് നിന്ന് പുറത്ത് പോയി ജസ്റ്റ് എന്ത് ചെയ്യണം? എർത്തിന് ചുറ്റും ഇയാൾ കടന്ന് കറങ്ങണമെങ്കിൽ വേണ്ട ഇയാളുടെ ഇത് എസ്കേപ്പ് വെലോസിറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ സംസാരിച്ചിരുന്നത് എന്താണെന്നറിയോ? ഓർബിറ്റൽ സ്പീഡ് ആയിരുന്നു. വെരി സോറി ഫോർ ദാറ്റ്. ഓർബിറ്റൽ സ്പീഡാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർബിറ്റൽ സ്പീഡ് എന്താ? എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കടന്ന് കറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സാറ്റലൈറ്റിലേക്കുള്ള ദൂരം r ആണ്. സാറ്റലൈറ്റിന്റെ മാസ് സ്മോൾ എം ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഈ ഓർബിറ്റിൽ ഇയാൾ കടന്ന് കറങ്ങാൻ വേണ്ട ഇയാളുടെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? √g ഇൻറ്റു എം ഡിവൈഡ് ബൈ സ്മോൾ ആർ ആണ്. വാട്ട് ഇസ് സ്മോൾ ആർ? സ്മോൾ ആർ ഇസ് ഈക്വൽ ടു r+h. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ gm കാണുന്നിടത്തൊക്കെ നിങ്ങൾക്ക് gr സ്കോർ കൊടുക്കാമെന്ന്. അപ്പോൾ ഈ gr സ്കോർ കൊടുത്താൽ r² റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ എന്ത് വരും? r ഇൻറ്റു √g ഡിവൈഡ് ബൈ സ്മോൾ ആർ. വാട്ട് ഇസ് സ്മോൾ ആർ? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ r+h എന്ന് കൊടുക്കാം. ഇനി എർത്തിന്റെ സർഫസിനോട് ചേർന്നാണ് ഇയാൾ കടന്ന് കറങ്ങുന്നതെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ √gm ഡിവൈഡ് ബൈ r+h. എർത്തിന്റെ സർഫസിനോട് നോക്കുക, എർത്തിന്റെ സർഫസിനോട് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെയാണ് കടന്ന് കറങ്ങുന്നതെങ്കിൽ എർത്തിന്റെ സർഫസിന് വലിയ ഹൈറ്റിലൊന്നും അയാൾ നിൽക്കുന്ന എർത്തിനോട് ക്ലോസ് ആയി കിടക്കുന്നതാണെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എച്ച് ഒഴിവാക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ √gm ബൈ ആർ. ഞാനിവിടെ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ എച്ച് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എർത്ത് ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ √gm ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ. gm കാണുന്നോടത്തൊക്കെ നമുക്ക് gr സ്കോർ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ r സ്കോർ കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് √gr എന്ന് വരും. √gr എന്താ? √gr എർത്തിന്റെ നോട് ചേർന്ന് കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ആണ് എന്ത്? √gr. അതേപോലെ സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി പഠിക്കണം. ഒറ്റൊന്ന് പഠിച്ചാൽ മതി. ഏതാ? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. -g ഇൻറ്റു ക്യാപിറ്റൽ എം എർത്തിന്റെ മാസ്, സ്മോൾ എം സാറ്റലൈറ്റിന്റെ മാസ് ഡിവൈഡ് ബൈ 2r. r ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദാറ്റ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റിലേക്കുള്ള ദൂരമാണ്. ഫ്രം ദ സെന്റർ ടു സാറ്റലൈറ്റിലേക്കുള്ള ദൂരമാണ് സ്മോൾ ആർ. അപ്പോൾ ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർക്കാൻ ഭയങ്കര ഈസിയാ. എന്താ? മൈനസ് ഒഴിവാക്കുക. മൈനസ് എടുത്ത് ഒഴിവാക്കിയാൽ gm ഡിവൈഡ് ബൈ 2r വരും. ഇത് വളരെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതിനുശേഷം പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ ടോട്ടൽ എനർജിയെ ഇൻറ്റു 2 ചെയ്യുക.
പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ ടോട്ടൽ എനർജി ഇൻറ്റു 2 ചെയ്യുക. ഇൻറ്റു 2 ചെയ്താൽ 2 എന്തായി പോകും, ക്യാൻസൽ ചെയ്ത് പോകും. -gmm/r കിട്ടും. വേണമെങ്കിൽ കൈനറ്റിക് എനർജി ഇൻറ്റു -2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ എനർജി കിട്ടും. സോ ടോട്ടൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ സൈൻ നെഗറ്റീവ് സൈൻ എടുത്തത് പ്ലസ് ആക്കി കൊടുത്താൽ യു വിൽ ഗെറ്റ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി ഇൻറ്റു 2 ചെയ്താൽ യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജി എങ്ങനെയായിട്ട് പൊട്ടൻഷ്യൽ എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ കൈനറ്റിക് എനർജി ഇൻറ്റു -2 ചെയ്താൽ യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കാര്യം ആലോചിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എസ്കേപ്പ് വെലോസിറ്റി ആണ്. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് കടക്കണം. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഒരാൾക്ക് എർത്തിന്റെ സർഫസ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഒരാൾക്ക് പുറത്തെത്തണമെങ്കിൽ അയാൾക്ക് വേണ്ട വെലോസിറ്റി, മിനിമം വെലോസിറ്റി വിളിക്കുന്ന പേരാണ് എന്ത്, എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ ഇക്വേഷൻ √2gm/R ആണ്. √2gm/R. √2gm/R. gmന് gr² കൊടുത്താൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gr വരും. എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ √2gr വരും. അപ്പം ഇത് ഏത് ആംഗിളിലാണോ നമ്മൾ ത്രോ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ഏത് ബോഡിയാണോ ത്രോ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എത്രയാണ്? 11.2 km/s. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എത്രയാണ്? 11.2 km/s. അതിനേക്കാളും 5 times സ്മോളർ ആണ് എന്ത്, നമ്മുടെ മൂണിൽ ഉണ്ടാവുന്ന എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഏതൊരു ബോഡിയെ മാസിലൊരു ബോഡിയെ എർത്തുനിന്ന് പുറത്തേക്ക് കളയാൻ ആ മാസിലൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ആംഗിളാണ് ത്രോ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ √gm/R അല്ലെങ്കിൽ എർത്തിന്റെ മാസിനെ എർത്തിന്റെ റേഡിയസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാസിനെ ഡെൻസിറ്റിന്റെ ഫോമിൽ എങ്ങനെ എഴുതാം, ഇൻറ്റു 4/3πr³ ഇൻറ്റു റോ എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ ആറും r³ കട്ട് ചെയ്യും, ഇവിടെ r² വരും. r² റൂട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ ഈ ബാക്കിയുള്ള ടൈം ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഡെൻസിറ്റിന്റെ ഫോമിൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാസിനെ എന്ത് ചെയ്യുക, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, ഗ്രാവിറ്റേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഗൈസ്, താങ്ക് യു. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ബൈ.